സംസ്ഥാനത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ചിത്രം വ്യക്തമായി. നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയം അവസാനിച്ചതോടെ 227 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത്. ആലത്തൂരിലാണ് ഏറ്റവും കുറവ് സ്ഥാനാർത്ഥികൾ മത്സരരംഗത്തുള്ളത്. വയനാട്ടിൽ രാഹുൽ ഗാന്ധിക്ക് 2 അപരന്മാരുണ്ട്. 20 മണ്ഡലങ്ങളിലായി 227 സ്ഥാനാർത്ഥികളാണ് 17ാമത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജനവിധി തേടുന്നത്. നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയത്തിന്റെ അവസാന ദിനം 11 സ്ഥാനാർത്ഥികളാണ് പത്രിക പിൻവലിച്ചത്. ഇതോടെ മണ്ഡലങ്ങളിലെ തെരഞ്ഞെടുപ്പ് ചിത്രം വ്യക്തമായി. ആറ്റിങ്ങൽ, പൊന്നാനി, വയനാട് മണ്ഡലങ്ങളിൽ 2 സ്ഥാനാർത്ഥികൾ പത്രിക പിൻവലിച്ചു. വയനാട് രാഹുൽ ഗാന്ധിയുടെ 2 അപരന്മാരുൾപ്പെടെ 20 പേരാണ് മത്സരരംഗത്തുള്ളത്. കൊല്ലം, എറണാകുളം, ആലത്തൂർ, പാലക്കാട്, വടകര എന്നിവിടങ്ങളിൽ ഓരോ സ്ഥാനാർത്ഥികളും പത്രിക പിൻവലിച്ചു. തിരുവനന്തപുരം 19, ആറ്റിങ്ങൽ 17, കൊല്ലം 9, മാവേലിക്കര 10, പത്തനംതിട്ട 8, ആലപ്പുഴ 12, ഇടുക്കി 8, കോട്ടയം 7, എറണാകുളം 13, ചാലക്കുടി 13, തൃശൂർ 8, പാലക്കാട് 6, ആലത്തൂരിൽ 9, പൊന്നാനിയിൽ 12, മലപ്പുറത്ത് 8, കോഴിക്കോട് 14, വടകരയിൽ 12, കണ്ണൂർ 13, കാസർഗോഡ് 9 എന്നിങ്ങനെയാണ് മണ്ഡലം തിരിച്ചുള്ള സ്ഥാനാർത്ഥികളുടെ എണ്ണം. 303 പത്രികകൾ ലഭ്യമായതിൽ ഡമ്മികളേതുൾപ്പെടെ 61 നാമനിർദ്ദേശ പത്രികകൾ സൂക്ഷ്മ പരിശോധനയിൽ തള്ളിയിരുന്നു. വരും ദിവസങ്ങളിൽ മണ്ഡലങ്ങളിലെ പ്രചാരണ രംഗം കൂടുതൽ ശക്തമാകും. ഇതിന്റെ ഭാഗമായി ദേശീയ നേതാക്കളെ അടക്കം ഇതിനോടകം പല മുന്നണികളും മണ്ഡലത്തിൽ എത്തിച്ചു കഴിഞ്ഞു. കൂടുതൽ ദേശീയ നേതാക്കൾ വരും ദിവസങ്ങളിൽ സംസ്ഥാനത്തെത്തും. സ്ഥാനാർത്ഥി ചിത്രം ഏറെക്കുറെ വ്യക്തമായതോടെ മണ്ഡലങ്ങളിൽ തങ്ങളുടെ വോട്ടുകൾ അരക്കിട്ടുറപ്പിക്കാനാകും മുന്നണികളുടെ ശ്രമം. ഈ മാസം 23-നാണ് വോട്ടെടുപ്പ്. അടുത്ത മാസം 23-നാണ് ഫലപ്രഖ്യാപനം. മീഡിയ 1 തിരുവനന്തപുരം.